കോൺട്രാക്ടർ പറയുന്നു നിങ്ങളുടെ വീട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. ഒരു വാളിനുള്ളിൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മീറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ എൻഡിൽ 2 ഇലക്ട്രോഡ്സ് ആണുള്ളത്. ആ ഇലക്ട്രോഡ്സ് ജസ്റ്റ് വാളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ റീഡിങ്സ് ഉണ്ട്. ആ പർട്ടിക്കുലർ റീഡിങ് നിങ്ങൾ ഗ്രാഫ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ വാളിനുള്ളിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ലീക്കേജ് കാരണം ഒരു വാൾ ഡാമേജ് ഉണ്ടായി ഉള്ളിലേക്ക് വെള്ളം വരുന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്. മെയിൻലി വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ബിഫോർ വാട്ടർ പ്രൂഫിംഗ് ആൻഡ് ആഫ്റ്റർ വാട്ടർ പ്രൂഫിംഗ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് നിങ്ങളുടെ ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മെച്ചം എന്ന് പറയുന്നത്. ലെയർ കൂടിയ വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് ആ റീഡിങ്ങിൽ വേരിയേഷൻ ഉണ്ടാവണം. ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. കാരണം എത്രത്തോളം നിങ്ങളുടെ ബിൽഡിംഗ് സേഫ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വാട്ടർ പ്രൂഫിംഗ്. പല സൈറ്റുകളിലും നമ്മൾ കാണുന്നതാണ് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് ചെറിയ ഡ്രില്ലിങ്ങും വർക്കും. ടോയ്ലറ്റിനുള്ളിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡ്രെയിൻ ഫിക്സ് ചെയ്യുന്നത്. അത് വാട്ടർ പ്രൂഫിംഗ് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വാട്ടർ പ്രൂഫിംഗ് ലെയറെല്ലാം ബ്രേക്ക് ആകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പല സൈറ്റുകളിലും ഉണ്ടാവാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വാട്ടർ പ്രൂഫിംഗ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക.